നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ, സമാധാനത്തോടെ ഒരു രാത്രി കിടന്നുറങ്ങുവാൻ കിടന്നുറങ്ങുക എന്ന് പറയുന്നത് എത്ര ഭാഗ്യമുള്ളൊരു കാര്യമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ സമാധാനം കളയത്തക്കവണ്ണം വിവിധമാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കടഭാരങ്ങൾ, സാമ്പത്തികവും ശാരീരികവുമായ അനേക പ്രശ്നങ്ങൾ നമ്മെ അലട്ടുമ്പോൾ പല രാത്രികളും അല്ലെങ്കിൽ പല ദിവസങ്ങളും നമുക്ക് സ്വസ്ഥമായി സമാധാനത്തോടെ വിശ്രമിക്കുവാൻ അല്ലെങ്കിൽ ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. 4-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഇവിടെ പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഞാൻ സമാധാനത്തോടെ ഉറങ്ങി അല്ലെങ്കിൽ ഉറങ്ങും, എനിക്കുറങ്ങാൻ കഴിയുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ്റെ ജീവിതത്തിൽ ലഭിച്ച സമാധാനവും സ്വസ്ഥതയുമാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന വലിയൊരു അനുഗ്രഹം കൂടിയാണ്. നമ്മൾ ചുറ്റുപാടൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഒന്നുറങ്ങുവാൻ കഴിയാതെ ഒരു രാത്രി കഴിച്ചു കൂട്ടുവാൻ, ഒരു പ്രഭാതം വരെ കഴിച്ചു കൂട്ടുവാൻ ഈ ലോകത്തിലെ പല കൂത്തുകാഴ്ചകൾക്കും മദ്യപാനത്തിനും മറ്റ് വിഷയങ്ങൾക്കുമൊക്കെ സമയമെടുത്ത് രാത്രി കഴിച്ചു കൂട്ടുന്ന ഒരു വലിയ ജനതയെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഒരു വ്യക്തി അവന് സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഒന്ന്, ഇവിടെ ഭക്തൻ പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. 2, നമുക്കവിടെ കണ്ടു, നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നിർഭയം വസിക്കുക, ഭയമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിൽ, കുടുംബത്തിൽ, ദേശത്തിൽ അത് വലിയൊരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. ഇവിടെ പറയുമ്പോൾ ഭയമില്ലാതെ ഞാൻ ജീവിക്കും. യഹോവേ, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഭയമില്ലാതെ ധൈര്യത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, തീർച്ചയായും എന്തുകൊണ്ടാണ് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും? കർത്താവേ, അവിടുന്നാണ് എന്നെ ഭയമില്ലാതെ ജീവിക്കുവാൻ അനുവദിക്കുന്നത്, സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്നത് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, തീർച്ചയായും ദൈവത്തിൻ്റെ കാവലുള്ളത് കൊണ്ട്, ദൈവത്തിൻ്റെ സുരക്ഷിതത്വം ഉള്ളതുകൊണ്ട് ഒരു ഭക്തന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ കാവൽ ഉള്ളത് കൊണ്ട് നമുക്ക് മറ്റൊരു സൈഡൂടെ പറയാൻ കഴിയും, ഭക്തന്മാർക്ക് സുഖമായി ഉറങ്ങുവാൻ കഴിയും. തീർച്ചയായും നമ്മൾ മറ്റൊരു ഭാഗം പരിശോധിച്ച് നോക്കിയാൽ, നമുക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൻ്റെ അനന്തര ഫലം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യങ്ങളല്ല. മാനസികമായി ശാരീരികമായുള്ള സമ്മർദ്ദങ്ങളാൽ വിവിധ രോഗങ്ങൾ നമ്മെ ആക്രമിക്കുകയാണ്. നാം വിവിധ രോഗങ്ങൾക്ക്
അടിമയായി തീരുകയാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം കൂടിയാണ് എന്ത്? സ്വസ്ഥമായി സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയുക, നിർഭയം ഭയമില്ലാതെ ജീവിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഈ ദിവസങ്ങളിൽ സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, ഉറങ്ങുവാൻ കഴിയാത്ത, അത് നിമിത്തം പല രോഗങ്ങൾക്കും അടിമകളായി നാം ജീവിതത്തിൽ നിത്യം നരകിക്കുന്ന, വേദന അനുഭവിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പരിഹാരമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവാശ്രയമുള്ളവരായി, ദൈവിക വിശ്വാസമുള്ളവരായി നാം ദൈവത്തോടടുത്ത് വരുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കുകയാണ്, സ്വസ്ഥത ലഭിക്കുകയാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ നമ്മളെ അലട്ടുന്ന വിഷയങ്ങളുടെ നടുവിൽ നമുക്കൊരു നിമിഷം കൂടെ ദൈവത്തോടടുത്തിയെല്ലാം, ദൈവത്തോടൊന്നുകൂടെ അടുത്തു നിൽക്കാം, ഒന്നുകൂടെ ദൈവാശ്രയമുള്ളവരായി ആമേൻ ദൈവിക സംരക്ഷണവും ദൈവികമായ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശീർവദിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.